ശരിക്കും പറഞ്ഞ് ഇന്ന് 49ാമത്തെ ദിവസവും 50ാമത്തെ എപ്പിസോഡുമാണ്. എല്ലാവരും വന്നു കയറിയ ദിവസത്തെ ഒരു എപ്പിസോഡായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് 50ാമത്തെ എപ്പിസോഡാണ് ആഘോഷിച്ചത്. ഇന്ന് ലാലേട്ടൻ എപ്പിസോഡ് തുടങ്ങുന്നത് ഒരു കഥ പറഞ്ഞിട്ടാണ്. ആ കഥയുടെ രത്നചുരുക്കം എന്ന് പറയുന്നത് ഷാനവാസിന് നെവിനോട് തോന്നിയ ആ പ്രശ്നത്തിൻ്റെ ഉള്ളടക്കമായിട്ടാണ് എനിക്ക് കണക്കാക്കാൻ കഴിഞ്ഞത്. പിന്നെ കൂടാതെ ലാലേട്ടൻ ഒരു ടാസ്ക് കൊണ്ടുവരുന്നുണ്ട്. അതും ഈ ഷാനവാസിൻ്റെ മനസ്സിലിരിപ്പ് അല്ലെങ്കിൽ ഷാനവാസ് എന്താണ് അവിടെ നെവിനോട് ചെയ്തത് എന്നതൊക്കെ തിരിച്ചറിയിക്കാൻ വേണ്ടി നടത്തിയൊരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. ആ ടാസ്ക് എന്ന് പറയുന്നത് ഓരോ വ്യക്തികളും സത്യസന്ധമായി നിങ്ങൾ ഇവിടെ ചെയ്തു എന്ന കാര്യം ഒന്ന് പറയുക, പിന്നീട് സങ്കടം തോന്നി എന്ന കാര്യം പറയുക, പിന്നെ പ്രേക്ഷകർ ഇവിടെ നിർത്താനുള്ള കാരണം എന്ന കാര്യവും പറയുക. ഈ ടാസ്കിൽ ഷാനവാസ് പറഞ്ഞതിൽ ഒരു ഡബിൾ സ്റ്റാൻഡ് ഉണ്ട്. അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. പിന്നീട് സങ്കടം തോന്നി എന്ന കാര്യത്തെക്കുറിച്ചാണ് ഷാനവാസ് പറയുന്നത്. നെവിനെ ശരിക്കും പറഞ്ഞാൽ ഒട്ടും വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. പുള്ളിക്ക് രാവിലത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പാത്രം തട്ടിയിട്ട പ്രശ്നം. ആ ദേഷ്യത്തിൻ്റെ പുറത്ത് നെവിനെ എന്തെങ്കിലും പഴിചാരണമായിരുന്നു, അതിൻ്റെ പേരിൽ വന്നു പോയതാണ് എന്നുള്ള രീതിയിലാണ് ഷാനവാസ് സംസാരിക്കുന്നത്. അതിനുശേഷം അടുത്ത ചോദ്യത്തിന് പിന്നെ പ്രേക്ഷകരോട് നിർത്തി എന്നതിനുള്ള കാര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയുന്നത് നിലപാടിൽ ഉറച്ചു നിന്നു എന്നാണ്. നിലപാടിൽ ഉറച്ചു നിന്ന ഷാനവാസ് ആയിരുന്നെങ്കിൽ ഈ കാര്യം എങ്ങനെ ഉൾട്ടടിച്ചു? ഈ പ്രശ്നം സോൾവ് ആയത് എനിക്ക് എന്തുകൊണ്ടും നെവിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നല്ല കാര്യമാണ്. പക്ഷേ വെറുതെ ആണെങ്കിൽ പോലും ഇങ്ങനൊരു കാര്യം ഷാനവാസ് പറയരുത്. അതും ഷാനവാസ് പലപ്പോഴായിട്ട് ആവശ്യമില്ലാതെ മാനിപ്പുലേറ്റ് ചെയ്ത് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നത്തെ എപ്പിസോഡിൽ ചൂണ്ടിക്കാട്ടി എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതല്ലാതെ വേറെ വഴിയില്ല ബിഗ് ബോസിന് ഷാനവാസ് ആണ് ഇതിൻ്റെ അകത്ത് തെറ്റുകാരൻ എന്ന് ചൂണ്ടിക്കാണിക്കാൻ. കാര്യം ഷാനവാസിനോട് പിന്നെ ലാലേട്ടൻ നല്ല ചൂടായി സംസാരിക്കുകയാണെങ്കിൽ ഷാനവാസിന് പറയാം എന്നെ അത് ചെയ്തു ഇത് ചെയ്തു അതുകൊണ്ട് എനിക്കിത് പറ്റിയെന്ന്. പക്ഷേ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനൊരു ടാസ്ക് കൊണ്ടുവരണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ സെയിം ടാസ്കിനെ തന്നെ അഭിലാഷ് സംസാരിക്കുന്നുണ്ട്. അത് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് കണ്ടുനോക്കൂ. ഈ ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടായിട്ട് തന്നെ പുള്ളിക്കാരൻ ആരെയും ഒന്നും കാണിക്കാതെ പലരും ഇവിടെ എല്ലാമുള്ള തികഞ്ഞ ആൾക്കാർ പലരും ക്ഷീണമാണ്, മടിയാണ്, കാലുവേദനയാണ് എന്നൊക്കെ പറഞ്ഞ് മാറി നിന്നപ്പോഴും പുള്ളി ഗെയിം കളിച്ചു നിന്നു. അതാണ് പുള്ളിനെ ഇവിടെ നിർത്താനുള്ള കാരണം എന്നാണ് പറഞ്ഞത്. അത് കൈയടി അർഹിക്കുന്നത് തന്നെയാണ്. പിന്നെ ഇന്നത്തെ എവിക്ഷൻ എന്ന് പറയുന്നത് രന ഫാത്തിമയാണ്. രന ഫാത്തിമ ഏറെക്കുറെ പോകുമെന്ന് തോന്നിയിരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആര്യനായിരുന്നു പോകേണ്ടത്. ആര്യനും ജിസേലും വന്നിരുന്നെങ്കിൽ. ജിസേലിൻ്റെ വോട്ട് ആര്യന് മറഞ്ഞതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ രന ഫാത്തിമ പോയത് എന്നാണ് എൻ്റെ പക്ഷം. ഇനിയുള്ള ഗെയിമുകൾ കുറച്ചും കൂടെ ക്രൂഷ്യലാണ് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ആകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.